ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പത്രമാറ്റ് സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പം നമുക്ക് സീരിയലിലേക്ക് കടക്കാം. സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനാമികയും അമ്മയുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അനാമിക പറയുകയാണ്, അച്ഛൻ തന്ന മരുന്ന് വീര്യം കുറഞ്ഞതാണോ അമ്മേ? നമ്മൾ ഈ ഉറക്കം ഒഴിഞ്ഞ് കാത്തിരിക്കുന്നത് വെറുതെ ആവുമോ? അപ്പം അമ്മ പറഞ്ഞു, മോള് മുറിയിലേക്ക് ചെല്ല്, അനി കാത്തിരിക്കുകയായിരിക്കും. അപ്പം അനാമിക പറഞ്ഞു, ഓ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അവനിപ്പോൾ കിടന്ന് ഉറങ്ങിക്കാണും. അവൻ എന്നെ കാത്തിരിക്കുന്ന ഭർത്താവൊന്നും അല്ല, അവൻ എന്നെ ഒരു ശല്യമായിട്ടാണ് കാണുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നീ എന്താ മോളെ ഇങ്ങനെ അവനുമായിട്ട് അകന്നകന്നു പോകുന്നത്? അപ്പം അനാമിക പറഞ്ഞു, ഞാനല്ല, അവനാണ് അകന്നു പോകുന്നത്. അവൻ്റെ മനസ്സിൽ എപ്പോഴും അവൻ്റെ ഏട്ടത്തിയും അവളുടെ അനിയത്തിയും ആ മൊട്ടച്ചിയും ഒക്കെയാ. നമ്മളെയൊക്കെ ശത്രുക്കളെ പോലെയാ അവൻ കാണുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നിന്റെ ഈ സ്വഭാവം മാറ്റണമെന്ന് നിന്റെ അച്ഛൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്. അനി നമ്മളുടെ സപ്പോർട്ടിന് വേണം മോളെ. ആകെ ദേഷ്യത്തോടെ ഇറിറ്റേറ്റഡ് ആയിട്ട് അനാമിക പറയുകയാണ്, എന്ന് വെച്ച് ഞാൻ അവൻ്റെ കാല് പിടിക്കണോ സപ്പോർട്ടിന് വേണം എന്ന് പറഞ്ഞിട്ട്? ഇതിപ്പോൾ അതല്ലല്ലോ വിഷയം. ഒരുത്തി ഇവിടെ വോമിറ്റിംഗ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്നിട്ടും അകത്തുനിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നയനയാണ് കേട്ടോ. നയന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വന്ന് കട്ടിലിരുന്നിട്ട് നയനയും ആദർശും തമ്മിൽ നടന്ന ഒരു സീൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പം ആദർശ് പറയുകയാണ്, ആദ്യം മുത്തശ്ശൻ്റെ അസുഖം മാറണം, അത് കഴിഞ്ഞിട്ട് പിന്നെ. അപ്പം നയന ചോദിച്ചു പിന്നെ? അപ്പോൾ ആദർശ് പറഞ്ഞു, പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ സ്വപ്നം നടക്കണം. അപ്പം നയന ഒന്നും അറിയാത്ത പോലെ ചോദിക്കുവാണേ, അതെന്ത് സ്വപ്നമാ? അപ്പോൾ ആദർശ് പറഞ്ഞു, അത് നമുക്ക് ഒരു കുഞ്ഞ് എന്നുള്ള ഒരു സ്വപ്നം. അത് കേട്ട് നയനയ്ക്ക് നാണമായി കേട്ടോ. അപ്പോൾ വീണ്ടും ആദർശ് പറയുകയാണ്, 41 ദിവസം കഴിയട്ടെ, അത് കഴിഞ്ഞ് മുടങ്ങിപ്പോയ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് പൊടി തട്ടി എടുക്കാം. അപ്പം അത് നമ്മൾ നയന ആലോചിക്കുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ആദർശിനെയാണ്. ആദർശ് ആകെ സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം വീണ്ടും നയനയെ കാണിക്കും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം കാണിക്കുന്നതാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചില്ലാത്തതിൻ്റെ ആ ഒരു വിഷമവും അതുപോലെ തന്നെ അവർക്ക് ഉറക്കവും വരുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെയും അഭിയെയും ആണ് കേട്ടോ. നയന അഭിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അഭി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഇവക്ക് എന്താ എന്നുള്ള രീതിയിൽ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അഭി ചോദിച്ചു, അല്ല നീ എന്താ ആലോചിക്കുന്നത്? അപ്പം നവ്യ പറഞ്ഞു, ഹേയ് ഒന്നുമില്ല, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അഭി ചോദിച്ചു. അപ്പം നവ്യ പറഞ്ഞു, ഇല്ല, ഒരു കുഴപ്പവുമില്ല. അപ്പം നവ്യ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അപ്പം അഭി പറഞ്ഞു, അല്ല, നമ്മളുടെ കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. അപ്പം നവ്യ പറഞ്ഞു, ദൈവം സഹായിച്ച് ഇതുവരെ ഒരു ശല്യവും ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യുമോ എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇനി കുഞ്ഞിൻ്റെ ശല്യമൊക്കെ എനിക്ക് സഹിക്കാം. അപ്പം അഭി ചോദിച്ചു, വയറിനകത്ത് ഉരുണ്ട് കയറ്റമോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പം നവ്യ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല, അതിനുവേണ്ടി ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ലല്ലോ. അഭി പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, നമ്മളിന്ന് പുറത്ത് പോയപ്പോഴത്തേക്ക് നീ നോൺ വെജ് കഴിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന്. അപ്പം നവ്യ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നീ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്ന ഭക്ഷണമല്ലേ, അത് കഴിച്ചപ്പോൾ തന്നെ ദഹിച്ചു. അപ്പം അഭി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്, ഇതിപ്പം കാത്തിരിപ്പ് വെറുതെ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പം നബി ഇങ്ങനെ ചാടി എണീറ്റിട്ട് പറഞ്ഞു, നിന്റെ മനസ്സെന്തോ മന്ത്രിക്കുന്നുണ്ടല്ലോ. അഭി പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു ആപത്തും വരലേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നിട്ട് അഭി ചോദിക്കുകയാണേ, നാളെ എവിടെയാ പോകേണ്ടത്? അപ്പം നവ്യ സന്തോഷത്തോടെ പറയുകയാണ്, നീ പറ, ഞാൻ എവിടെയാണെങ്കിലും കൂടെ വരാം, അധിക ദൂരമൊന്നും യാത്ര ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പം അഭി പറഞ്ഞു, എങ്കിലും ഇവിടെ അടുത്തൊക്കെ പോവാമല്ലോ. നവ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ അമ്പലം വരെ ഒന്ന് പോയാലോ? അപ്പം അഭി പറഞ്ഞു, ശരി, പോകാം. അപ്പം നവ്യ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, ഇപ്പം വയറിൽ ചെറുതായിട്ടൊരു ഉരുണ്ട് കയറ്റമുണ്ട്. അപ്പം അഭി മനസ്സിൽ പറയുകയാണ്, ഉരുണ്ട് കയറട്ടെ, അങ്ങനെ ഉരുണ്ട് വയറ് വേദനിച്ച് പൊട്ടട്ടെ എന്നാ ദുഷ്ട മനസ്സോടു കൂടിയാണ് കേട്ടോ അഭി മനസ്സിൽ പറയുന്നത്. എന്നിട്ട് നവ്യടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ മോളെ, നമുക്ക് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം. അപ്പം നവ്യ പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലെന്നേ, ഇത് എപ്പോഴും വരുന്നത് പോലെ ചെറിയൊരു അസ്വസ്ഥത മാത്രമാ. അല്ല, ഇനിയിപ്പോൾ ഇത് കുഞ്ഞ് ചവിട്ടുന്നതാണോ എന്ന് അഭി ചോദിച്ചു. അപ്പം നവ്യ പറഞ്ഞു, അതറിയില്ല. എന്നാ വാ കിടക്കാം എന്ന് പറഞ്ഞിട്ട് നവ്യ അഭിയെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് കേട്ടോ. അഭിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ഇതെന്ത് പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ ജലജയാണ്. ജലജ ഇങ്ങനെ നോക്കിയിരിക്കുകയാണേ. എന്നിട്ട് ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണേ, അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ, ഒരു മാറ്റം ഉണ്ടാവേണ്ടതാണല്ലോ, അതിൻ്റെ ബഹളമൊന്നും അവിടെ നിന്ന് അവളുടെ റൂമിൽ നിന്ന് കേൾക്കുന്നുമില്ലല്ലോ, അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എനിക്കിന്ന് ഉറങ്ങാനും പറ്റില്ലല്ലോ.
അങ്ങനെ ജലജ അതും കാത്തു നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജയനും കിടന്നുറങ്ങുന്നതാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി ഭയങ്കര വയറുവേദന എടുത്തിട്ട് അയ്യോ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ, ഭയങ്കര വയറുവേദന ഉണ്ടല്ലോ, തലയും വെട്ടി പൊളക്കുന്നു എന്ന് പറഞ്ഞ് ദേവയാനിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒട്ടും വയ്യാതെ, വേദന സഹിക്കാൻ വയ്യാതെ ദേവയാനി ജയനെയും വിളിച്ച് എണീപ്പിച്ചു കേട്ടോ. അങ്ങനെ അവർ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് എണീക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ദേവയാനിയായിട്ട് ജയനും ഒന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയും അമ്മയും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ കണ്ണ് കാണിക്കുന്നതോ അവർ വരുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഇവരെ കണ്ട ഉടനെ അനാമികയുടെ അമ്മ ചോദിച്ചു എന്തു പറ്റി ജയ? അപ്പം ജയൻ പറഞ്ഞു എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു വയറുവേദനയും പരിവേഷവും ഒക്കെ പോലെ. അപ്പോഴത്തേക്ക് ദേവയാനി ആകെ വയ്യാതെയാണ് കേട്ടോ നിൽക്കുന്നത്. വോമിറ്റിങ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അങ്ങനെ അവർ അവിടെ നിന്ന് പോയി. അപ്പം അനാമികയുടെ അമ്മ അനാമികയുടെ അടുത്ത് പറഞ്ഞു അവർക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു മോളെ. പിന്നെ ദേവയാനി ബാത്റൂമിൽ പോയി നല്ല രീതിയിൽ വോമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളുടെ അനാമികയും അമ്മയും ഒളിഞ്ഞു നിന്ന് കണ്ടിട്ട് അവർ പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു, എന്നിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ജയൻ ദേവയാനിയായിട്ട് വന്ന് അവിടെ സെറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനി മോളിൽ നിന്ന് ഓടി വരികയാണ്. എന്ത് പറ്റി വലിയച്ഛ? ജയൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല, നീ എന്തായാലും പെട്ടെന്ന് പോയി ആദർശനെ ഒന്ന് വിളിച്ചോണ്ട് വാ. അനി ആദർശനെ വിളിക്കാനായിട്ട് ഓടി പോവുകയാണ് കേട്ടോ. അപ്പം അനാമികയുടെ അമ്മ മനസ്സിൽ പറയുകയാണേ, ഓ ഇനിയിപ്പോൾ ആ പാലെടുത്ത് കുടിച്ചത് ഇവരാണോ? അപ്പം അനി വന്ന് ആദർശന് വിളിച്ചെണീപ്പിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞ് ഏട്ടാ വല്യമ്മയ്ക്ക് വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വിളിക്കാനാണ് ഞാൻ വന്നത്. എടാ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പം അനി പറഞ്ഞു അതറിയില്ല, തീരെ വയ്യ, നന്നായിട്ട് വോമിറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് അനാമികയുടെ അമ്മ അനാമികയുടെ പറയണം മോളെ ഒന്ന് ചെന്ന് പുറം തടവി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ജലജയും അവിടെ എത്തി കേട്ടോ. ഇടത്തേക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചാണ് എത്തിയത്. അപ്പം ആദർശം അവിടെ എത്തി, അമ്മേ എന്താ പറ്റിയത്? അപ്പം നയനയും അവിടെ എത്തി കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ദേവയാനിയെ ആദർശം എണീപ്പിക്കുകയാണ് കേട്ടോ. ആദർശ് അനിയടുത്ത് പറഞ്ഞു അനി മുത്തശ്ശനും മുത്തശ്ശിയും തൽക്കാലം ഇത് അറിയണ്ട കേട്ടോ, അവരുടെ അടുത്ത് ഇത് പറയണ്ട എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവരിറങ്ങുവാണ് കേട്ടോ. ആദർശേട്ടാ ഞാനും വരുന്നു എന്നും പറഞ്ഞ് നയനയെ അവരോടൊപ്പം പോയി. അവരങ്ങ് പോയപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയുടെ അമ്മ പറയുകയാണേ, ആദർശിനെ കൊണ്ട് വ്രതം എടുപ്പിച്ചത് ഒരുത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ പ്രാക്കായിരിക്കും, അതായിരിക്കും അമ്മായിയമ്മയ്ക്ക് വയ്യാതായത്. അപ്പം ജലജ പറയുകയാണ് അതിനാണ് സാധ്യത കൂടുതൽ. അപ്പം അനി പറഞ്ഞു ഒരാൾക്ക് വയ്യാതാകുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പം അനാമിക പറഞ്ഞു ഇവിടെ സംഭവിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അവളുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, അതിനവൾ എന്തോ പണി പറ്റിച്ചതാ. അപ്പം അനി പറഞ്ഞു എൻ്റെ വല്യമ്മയോട് ഒരു ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ നന്നായിട്ട് പ്രാർത്ഥിക്ക്, വല്യമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന്. ഇതിനു മുമ്പും വല്യമ്മയ്ക്ക് തളർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇത് ആദ്യമായിട്ടാ എന്നും പറഞ്ഞ് അനി അങ്ങ് അകത്തേക്ക് പോയി കേട്ടോ. അപ്പം ജലജ മനസ്സിൽ പറയുകയാണ്, ഇവൾമാർ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് വെറുതെ എൻ്റെ ഉറക്കം കളഞ്ഞല്ലോ. അപ്പം അനാമിക അമ്മേ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന ഇവർ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ സ്ട്രെച്ചറൊക്കെ കൊണ്ടുവന്ന് ദേവയാനി അതിൽ കിടത്തി അവരകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമികയും അമ്മയാണ് കേട്ടോ. അപ്പം അമ്മ പറയുന്നു നമ്മൾ സംശയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു മോളെ, ആ പാല് കുടിച്ചത് അനിയുടെ വല്യമ്മയാണ്, അത് നമ്മളുടെ ജലജ കേട്ടു കേട്ടോ. അനാമിക പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവൾക്കല്ലേ പ്രശ്നം ഉണ്ടാകേണ്ടത്, അവൾക്ക് ഇതുവരെ ഒരു കുഴപ്പവുമില്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നേക്കുന്നത്. അപ്പം അനാമിക പറഞ്ഞു എന്ന് കേട്ട് ജീവനൊന്നും പോകില്ലല്ലോ. ജീവനൊന്നും പോകില്ല, പക്ഷെ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ആഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നല്ലേ വേണുവേട്ടൻ പറഞ്ഞത്? അവരുടെ പെടച്ചിലും വെപ്രാളവും ഒക്കെ കണ്ടില്ലായിരുന്നു. അനാമിക പറഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തതാണ് നല്ലത്. ഇതെല്ലാം കേട്ട് നമ്മൾ ജലജ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവൾക്കും അവളുടെ കുഞ്ഞിനും എന്തോ ഭാഗ്യമുണ്ടെന്നാ തോന്നുന്നത്. അപ്പം നമ്മളുടെ അമ്മ പറയുകയാണേ, അനാമികയുടെ അമ്മ ദേവയാനി ചേച്ചിക്ക് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, ആ വിഷമിനി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അറിയുകയുമില്ലല്ലോ. അനാമിക പറഞ്ഞു ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പോലീസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങുമല്ലോ. അനാമികയുടെ അമ്മ പറഞ്ഞു അതിപ്പോൾ അമ്മയാവാൻ പോണോളൂ കുടിച്ചാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വരുവുള്ളൂ. ഇതിപ്പോൾ അടുക്കളയിൽ കയറിയതും പാല് കാച്ചിയതും എല്ലാം നയനയാണ്, നമുക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. പോലീസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതി അവള് തന്നെ, അങ്ങനെ പറയാവൂ. പിന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അനാമിക പറയുകയാണേ, വല്ലാത്തൊരു നിരാശയായി പോയല്ലോ അമ്മേ, ഏറെ പ്രതീക്ഷയോട് നിന്നതാണ് അവൾ കിടന്ന് കരയുന്നത് കാണാൻ, അതാ ഒറ്റ നിമിഷം കൊണ്ട് ഒലിച്ചു പോയത്. ജലജ അവിടെ മനസ്സിൽ പറയുകയാണേ, നിന്നെയൊക്കെക്കാൾ കൂടുതൽ വിഷമത്തിലാണടി ഞാൻ. എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാ, ഒക്കെ തൊലച്ചിട്ട് ഇപ്പൊ അവൾമാര് മാറി നിന്ന് കരയുകയാ, നാണം കെട്ടവളുമാര്. ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. ദേവയാനിയെ അകത്തേക്ക് കയറ്റി. പിന്നെ അച്ഛൻ ആദർശനോട് പറയുകയാണ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുകയാണ് മോൻ്റെ അമ്മയ്ക്ക് നല്ല വിളർച്ചയുണ്ടെന്ന്, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല.
ആദർശ് പറഞ്ഞു, അച്ഛാ, നമ്മൾ മലയ്ക്ക് പോകാൻ മാലയിടാൻ അന്ന് തൊട്ട് തുടങ്ങിയതാണ് അമ്മയ്ക്ക് ഈ അസുഖം. ആ അതെ, ഇതിപ്പോ കുറച്ച് സീരിയസ് ആണ് മോനെ. പിന്നെ കാണിക്കുന്ന നമ്മളുടെ ജലജ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതാണ് കേട്ടോ. അഭിയെയും കാണിക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ നവ്യക്ക് ഇപ്പം എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ളത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്ക് ജലജ ഫോൺ എടുത്ത് അഭിയെ വിളിച്ചു. അഭി ഫോൺ എടുത്തിട്ട്, ഓ അമ്മയാണല്ലോ, ഇവൾക്കാണെങ്കിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടും ഇല്ല. ബാക്കിയുള്ളവരുടെ നെഞ്ചിൽ തീകോരി ഇട്ടിട്ട് അവൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക, നാശം പിടിക്കാൻ എന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എന്നിട്ട് പുറത്തിറങ്ങി ജലജയെടുത്തെത്തി. എന്നിട്ട് പറയുകയാണ്, എന്താ അമ്മേ, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, ഇത് വെറുതെ എന്നെ അമ്മ ആശിപ്പിച്ചതാണ്. അപ്പൊ ജലജ ചോദിച്ചു, അപ്പൊ നീ ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ലേ? ആ പാല് കുടിച്ചത് ഏട്ടത്തെയാണെന്നാ തോന്നുന്നത്. അമ്മായിയോ? അപ്പം ജലജ പറഞ്ഞു, ആ അതെ, അവരെ ഇപ്പം ജയേട്ടനും ആദർശം എല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കേ, വേദന കൊണ്ട് പൊളയുകയായിരുന്നു. അപ്പൊ അഭി പറഞ്ഞു, അതെങ്ങനെയാ അമ്മേ സംഭവിച്ചത്? പാല് കുടിച്ചത് നവ്യയല്ലേ? ഓ അതൊന്നും എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നിനക്കറിയാമല്ലോ. പായസത്തിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടെ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിട്ടത് കുടിച്ചതാരാ? അതിൽ ഞാനും പെട്ടുപോയില്ലേ? അതുപോലെ ഇവിടെയും എന്തോ തിരുമറി നടന്നിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോടാ. എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും നിരാശയാണ് അതിന്റെ ഫലം. അഭി പറഞ്ഞു, അതെന്റെ കുഴപ്പമാണോ? അനിയത്തി ചേച്ചിക്ക് എന്നും പാല് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞത് അമ്മയല്ലേ? എടാ, അവൾമാർക്ക് എന്തോ അബദ്ധം പറ്റിയെന്നുള്ള കാര്യം ഉറപ്പാ. 2-3 ദിവസമായിട്ട് ഏട്ടത്തിക്ക് എന്തോ ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് പോഷകാംശമുള്ള ആഹാരമൊക്കെ കഴിക്കണമെന്ന് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി അടുക്കളയിൽ കയറി അവര് പാലെടുത്ത് കുടിച്ചോന്നറിയില്ല. നല്ല വീര്യമുള്ള വിഷമല്ലേ അകത്ത് ചെന്നേക്കുന്നത് എന്ന് അഭി പറഞ്ഞു. അപ്പം ജലജ പറയുകയാണേ, അത് മാത്രമാണ് ഒരാശ്വാസം. അതുകൊണ്ട് ഇനി 2 ആഴ്ച അവർ ഹോസ്പിറ്റലിൽ കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ നമ്മുടെ പ്രതീക്ഷ തകർന്നല്ലോടാ. അഭി പറഞ്ഞു, ഓ ആ കുഞ്ഞു പോകുമെന്ന് കരുതി ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു. അപ്പൊ ജലജ പറയാണ്, ഇപ്പൊ അവളെ സ്നേഹിച്ചത് മാത്രം മിച്ചം, ഒരു മാറ്റവും ഇല്ലല്ലേ? അപ്പൊ അഭി പറയുകയാണ്, അവൾക്ക് യാതൊരു മാറ്റവും ഇല്ല, ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് കരുതി ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുകയാ. എന്നാലും ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി. അപ്പൊ ജലജ പറഞ്ഞേ, നമ്മളെക്കാൾ തിരിച്ചടി കിട്ടിയേക്കുന്നതേ ഇത് ചെയ്തവൾമാർക്കാ. അപ്പൊ അഭി പറയുകയാണേ, ഇവിടെ നടക്കുന്നതൊക്കെ അനിയത്തിയും ചേച്ചിയും മണത്തറിയുന്നുണ്ടാവും അമ്മേ, അതുകൊണ്ട് അവരിങ്ങനെ രക്ഷപ്പെടുന്നത്. ഇനി ഇരു ചെവി അറിയാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിലേ എന്നും ഇതുപോലെ നിരാശപ്പെടാനേ നമ്മൾക്ക് വിധി ഉണ്ടാകൂ. പിന്നെ കാണിക്കുന്ന നമ്മളുടെ നവ്യ ഉറങ്ങുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അഭി റൂമിലെത്തിയിട്ട് നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് കണ്ണൊന്ന് തുറന്നു. അപ്പോഴത്തേക്ക് അഭി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അപ്പം നവ്യ ചോദിച്ചു, നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നീ എന്താ ഉറങ്ങുന്നില്ലേ? അപ്പം അഭി ചോദിച്ചു, നീ അപ്പം ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ? അപ്പം നവ്യ പറഞ്ഞു, ഇല്ല, ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എന്തു പറ്റി? അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുകയാണ്. എന്താ പറ്റിയതൊന്നും അറിയില്ല, ഭയങ്കര വയറുവേദനയായിട്ട് കൊണ്ടുപോയേക്കുകയാണ്. ഓ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ആദർശേട്ടന്റെയും നയനയുടെയും ഹണിമൂൺ മനഃപൂർവ്വമാണ് അവർ മുടക്കിയത്. അതിന് അയ്യപ്പൻ ശിക്ഷിക്കുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അപ്പൊ അഭി ചോദിക്കുകയാണേ, ഓ അപ്പൊ ഇത് ദൈവശിക്ഷയാണോ? അപ്പം നവ്യ ചോദിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇത് സംഭവിക്കുമായിരുന്നോ? ദൈവങ്ങളെ വെച്ചിട്ടേ പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല. അപ്പൊ അഭി മനസ്സിൽ പറയുകയാണേ, ഞാൻ ദൈവങ്ങളോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഇവളൊന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. അപ്പം നവ്യ ചോദിക്കുകയാണേ, അപ്പൊ അത് തെറ്റാണെന്നാണോ നീ ചിന്തിക്കുന്നത്? അപ്പം അഭി പറഞ്ഞു, മാല ഇട്ടേക്കുന്നത് കൊണ്ടേ നീ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാനാകുന്നില്ല. അപ്പം നവ്യ ചോദിക്കുകയാണേ, നീ ഹോസ്പിറ്റലിൽ പോകണുണ്ടോ? അപ്പൊ അഭി പറഞ്ഞു, ജയമാമനും ആദർശും നയനയും ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഇനി ഞാനും കൂടെ പോവേണ്ട കാര്യമില്ലല്ലോ. എന്തോ കഴിച്ചതിന്റെ കുഴപ്പമാണെന്നാ തോന്നുന്നത്. അപ്പൊ നവ്യ പറഞ്ഞു, അതിനിവിടെ വയറ് കേടാവുന്നതൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ അഭി പറഞ്ഞു, ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അടുക്കള ഭരിക്കുന്നത് നിന്റെ അനിയത്തിയാണല്ലോ, അപ്പൊ അവൾ അറിയാതെ ഒന്നും സംഭവിക്കില്ല. നവ്യ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതി മനസ്സറിയാത്ത കാര്യത്തിന് അവളെ പ്രതിയാക്കരുത്. അതിരാവിലെ എണീറ്റ് ഭയഭക്തിയോടെയാണ് അവൾ പാചകം ചെയ്യുന്നത്. അക്കാര്യത്തിൽ അവൾ എനിക്ക് അത്ഭുതമാണ്. അപ്പൊ അവർ ഹോസ്പിറ്റലിൽ എത്തി കാണുമോ? അപ്പൊ അഭി പറഞ്ഞു, അറിയില്ല, എന്തായാലും ഉറക്കം പോയി. നീ ഇടയ്ക്ക് ആദർശേട്ടനെ വിളിച്ച് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക്, ഞാൻ നയനയെയും വിളിക്കാം, ഫോൺ താ. അപ്പൊ അഭി പറഞ്ഞു, ഇനിയിപ്പോ നമ്മളുടെ ഉറക്കം കളയേണ്ട കാര്യമൊന്നുമില്ല, നീ കിടക്കാൻ നോക്ക്. അപ്പം നവ്യ പറയുകയാണേ, എൻ്റെ അമ്മായിയമ്മയും അവളുടെ അമ്മായിയമ്മയൊക്കെ ഒരുപാട് മാറാനുണ്ട് എന്ന് പറഞ്ഞങ്ങ് കിടന്നു. എന്നിട്ട് നവ്യ അഭി ഒന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ. അപ്പം അഭി ദേഷ്യപ്പെട്ട് കൈയെടുത്തങ്ങ് മാറ്റി എന്നും പറഞ്ഞ് മാറ്റി. അപ്പോഴത്തേക്ക് നവ്യ ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? അപ്പം അഭി മാല എടുത്ത് കാണിച്ചിട്ട്, എൻ്റെ കഴുത്തിൽ ഇതുള്ള കാര്യം നീ മറന്നു? അപ്പം നവ്യ ചോദിക്കുകയാണ്, അത് നേരത്തെയും ഉണ്ടായിരുന്നല്ലോ, അപ്പം നീ അത് മറന്നുപോയോ? അഭി പറഞ്ഞു, ചില നേരത്ത് ഓർക്കത്തില്ല, എന്നാൽ അത് ഓർമ്മ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം.
പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. ദേവയാനിയെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടത്തിയൊക്കെയാണ്. അപ്പം അത് ആദർശ് വന്ന് മറ്റേ വിൻഡോയിൽ കൂടെ നോക്കി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നാളെ പുതിയ എപ്പിസോഡുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും.